ഒരു റിലേഷൻഷിപ്പിൽ ആൺകുട്ടികളുടെ ഭാഗത്ത് നിന്ന് അതല്ലെങ്കിൽ പുരുഷന്മാരുടെ ഭാഗത്ത് നിന്ന് സാധാരണ കണ്ടുവരുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണ്? അത് ചിലപ്പോൾ അറിയാതെ ആയിരിക്കാം, അതല്ലെങ്കിൽ അത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടാവില്ല. അപ്പം അങ്ങനെ അവരുടെ ഭാഗത്ത് നിന്നുണ്ടാകാവുന്ന അല്ലെങ്കിൽ അവർ ചെയ്തേക്കാവുന്ന ചില തെറ്റുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ മനസ്സിലാക്കാം. ഡെയിലി ലൈഫിലെ സൈക്കോളജി റിലേറ്റഡ് കാര്യങ്ങളാണ് ചാനൽ റിലീസ് ചെയ്യുന്നത്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക, ഫാമിലി, ഫ്രണ്ട്സ്, സൈക്കോളജിയിൽ ഇൻട്രസ്റ്റ് ഉള്ള മറ്റുള്ളവരുമായി ഇത് ഷെയറും ചെയ്യുക. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പലപ്പോഴും നിങ്ങളെ ഒഴിവാക്കുക എന്നുള്ളതാണ്. പല പല കാര്യങ്ങൾക്കും നിങ്ങൾക്കും നിങ്ങളുടെ പങ്കാളിക്കും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. നിങ്ങൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ പാർട്ട്ണർ ആരായാലും അവർ പിറുപിറുക്കുകയാണ്, അതല്ലെങ്കിൽ നിങ്ങളെ ഒഴിവാക്കി വിടുന്നത്, അത് ഒരു തെറ്റാണ്. ഉദാഹരണത്തിന് നിങ്ങൾ വീട്ടിലെ സാമ്പത്തിക കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ഒരു പ്ലാൻ പറയുകയാണ്, നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്താലോ എന്ന്. അപ്പോൾ ഹസ്ബൻഡ് പറയുകയാണ്, അതൊക്കെ ഞാനങ്ങ് ചെയ്തോളാം എന്ന് പറഞ്ഞ് അവിടെ അങ്ങ് ആ ഒരു കോൺവെർസേഷൻ അവിടെ സ്റ്റോപ്പ് ചെയ്യുകയാണ്, മുന്നോട്ട് നിങ്ങളെ സംസാരിക്കാൻ അനുവദിക്കുന്നില്ല എങ്കിൽ അത് തെറ്റായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അതായത് നിങ്ങൾക്കൊരു വയ്യാഴികയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ട്, പക്ഷേ നിങ്ങളുടെ പാർട്ട്ണർ അത് മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പോകാനോ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ പ്രോഗ്രാം പ്ലാൻ ചെയ്യുകയാണ്, നിങ്ങൾക്ക് വയ്യ എന്ന് കണ്ട് മനസ്സിലാക്കുന്നില്ല. അതായത് ഇപ്പോൾ വയ്യ എന്ന് പറയുകയാണെങ്കിൽ പോലും അത് മനസ്സിലാക്കാതെ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത് അതേപടി മുന്നോട്ട് പോകണം എന്ന് വാശി പിടിക്കുന്നത്, അത് ഒരു തെറ്റായ നടപടിയാണ്. കാരണം നമ്മളുടെ കൂട്ടത്തിലുള്ളവർ അവർ പറയാതെ തന്നെ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്, നല്ല ഒരു റിലേഷൻഷിപ്പിൻ്റെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിനായിട്ട്. മൂന്നാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത്, പലപ്പോഴും സ്ത്രീകൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മറ്റുള്ളവരുമായി ഷെയർ ചെയ്യുന്നത്, അതല്ലെങ്കിൽ പങ്കാളികളുമായി ഷെയർ ചെയ്യുന്നത് അവർക്കൊരു ആശ്വാസം കിട്ടാൻ വേണ്ടിയായിരിക്കും. അത് പറഞ്ഞു കഴിയുമ്പോൾ മനസ്സിലെ ഭാരം ഒഴിവാകും. പക്ഷെ ആണുങ്ങൾ പലപ്പോഴും ചിന്തിക്കുന്നത് സൊല്യൂഷന് വേണ്ടിയിട്ടാണ് അവരുടെ അടുത്ത് സമീപിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സൊല്യൂഷൻ എന്തൊക്കെയാണെന്നും അതല്ലെങ്കിൽ ഇതിങ്ങനെ ചെയ്യണമെന്നുമുള്ള കാര്യങ്ങൾ, അതായത് അവരുടെ മനസ്സിൽ വരുന്ന സൊല്യൂഷൻസ് ഇവർ പാർട്ട്ണറെ അടിച്ചേൽപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് മൂന്നാമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. അതായത് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെന്ന് മനസ്സിലാക്കിയാൽ അത് ഫിക്സ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലായിട്ട് വരുന്നത്. ഇപ്പോൾ നമുക്ക് അത് അവർക്ക് കേട്ടാൽ മതിയാകുമെന്നാണെങ്കിൽ അത് കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ ഒരു ആശ്വാസമായിരിക്കും നല്ലത്. എല്ലാത്തിനും ഒരു പ്രോപ്പർ സൊല്യൂഷൻ നൽകുക എന്നുള്ളത് എല്ലായ്പ്പോഴും വർക്ക് ആയിക്കൊള്ളണമെന്നില്ല. അടുത്ത ഒരു കാര്യമെന്ന് പറയുന്നത് ആശയവിനിമയത്തിൻ്റെ അഭാവമാണ്. നിങ്ങൾ സുഹൃത്തുക്കളുമായി ചേർന്ന് ഒരു ബിസിനസ് പ്ലാൻ ചെയ്യുകയാണ്, അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ആകാം, അല്ലെങ്കിൽ ഒരു ടൂർ പ്ലാൻ ആകാം. ഇത് മറ്റുള്ളവർ പറഞ്ഞ് അറിയുക എന്നുള്ളത് ഒരു പാർട്ട്ണറെ സംബന്ധിച്ചിടത്തോളം അതൊരു ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ പ്രോപ്പറായിട്ടുള്ള ആശയവിനിമയം ചെയ്യാതിരിക്കുക എന്നുള്ളത് പലപ്പോഴും ആണുങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു തെറ്റാണ്. കൂട്ടുകാരോടെല്ലാം ഷെയർ ചെയ്യുകയും പാർട്ട്ണറോടത് പറയാതിരിക്കുകയോ അതല്ലെങ്കിൽ വളരെ ലേറ്റായിട്ട് പറയുകയും ചെയ്യുക എന്നുള്ളത് പാർട്ട്ണറെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ്. അടുത്തത്, പാർട്ട്ണറെ അല്ലെങ്കിൽ നിങ്ങളുടെ ഭാര്യയെ നിസ്സാരമായി എടുക്കുന്നു എന്നുള്ളതാണ്. അതായത് ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. രണ്ടുപേർക്കും ജോലിയുള്ളവരാണ്, അപ്പോൾ ഭാര്യയാണ് എന്നും കാപ്പി ഉണ്ടാക്കി കൊടുക്കുന്നത്. ഒരു ദിവസം തിരക്ക് കൊണ്ട് കൊടുക്കാൻ താമസിച്ചു പോയി അല്ലെങ്കിൽ കൊടുക്കാൻ മറന്നു പോവുകയാണെങ്കിൽ ഉടനെ അതിന് ദേഷ്യപ്പെടുക. അപ്പോൾ അത് അത്രയും ദിവസവും കൃത്യമായി കാപ്പിയോ ചായയോ കൊടുത്തുകൊണ്ടിരുന്നിട്ട് ഒരു ദിവസം അത് മിസ്സാവുകയോ ലേറ്റാവുകയോ ചെയ്യുമ്പോൾ അതിന് ദേഷ്യപ്പെടുക എന്നുള്ളത് അത് ആ ഒരു ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ് ആണ്. അപ്പം അങ്ങനെ ചെയ്യുന്നത് പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു തെറ്റ് തന്നെയാണ്. അടുത്തത്, പലരും ചെയ്യുന്ന മറ്റൊരു തെറ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പങ്കാളികളെ കൃത്യമായി കേൾക്കുന്നില്ല എന്നുള്ളതാണ്.
പലപ്പോഴും ഫോണിൽ കുത്തിയങ്ങിരിക്കും. ഭാര്യ പറയുന്നത് ചിലപ്പോൾ അവരുടെ വിഷമങ്ങൾ പങ്കുവയ്ക്കുന്നതാകാം, അതല്ലെങ്കിൽ ചിലപ്പോൾ സന്തോഷമുള്ള കാര്യങ്ങൾ പങ്കുവെക്കുന്നതാകാം. എന്ത് തന്നെയായാലും അത് വലിയ മൈൻഡ് ചെയ്യാതെ ഒഴിവാക്കി വിടുക എന്നുള്ളത്. അതായത് കൃത്യമായി അവരെ കേൾക്കുന്നില്ല. അവർക്ക് സപ്പോർട്ട് വേണ്ടതാണോ അതല്ലെങ്കിൽ ഒരു പ്രോത്സാഹനമാണോ വേണ്ടത് അത് മനസ്സിലാക്കാതെ സ്വന്തം കാര്യത്തിൽ മുഴുകിയിരുന്ന് ഭാര്യയെ കേൾക്കുന്നതിൽ പരാജയപ്പെടുന്നു എന്നുള്ളത് പുരുഷന്മാരുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു തെറ്റ് തന്നെയാണ്. പിന്നെ പലപ്പോഴും പലരും ചെയ്തു വരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുകയാണ്. അപ്പോൾ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഇനി അതിനെക്കുറിച്ച് തർക്കിക്കണ്ട എന്ന്, അതല്ലെങ്കിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വഴക്കാകുമെന്ന് വിചാരിച്ചിട്ട് അതിനെക്കുറിച്ച് മിണ്ടാതിരിക്കും. അവൾ പറയുന്നത് പോലെ അങ്ങ് ആയിക്കോട്ടെ കാര്യങ്ങൾ എന്ന് കരുതിയിട്ട് മിണ്ടാതിരിക്കും. അതിനെ ഇഗ്നോർ ചെയ്ത് വിടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ പ്രശ്നം അപ്രത്യക്ഷമായിക്കോളും എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ ഇത് നമ്മളുടെ ഉള്ളിൽ ആ ഒരു അമർഷം വളരാനും പിന്നീട് അത് റിലേഷൻഷിപ്പിൽ അകൽച്ച വരാനും ഒക്കെ അതിലേക്കൊക്കെ നയിക്കപ്പെട്ടേക്കാം. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ അത് സംയമനത്തോടു കൂടി പറഞ്ഞ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. അതല്ലാതെ ആ ഒരു പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടി ഇഗ്നോർ ചെയ്ത് വിടുക എന്നുള്ളത് അതൊരു തെറ്റായ കാര്യമാണ്. മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഒരു ഇമോഷണൽ സപ്പോർട്ട് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഓഫീസിൽ എന്തെങ്കിലും ഒരു ടെൻഷനോ കാര്യങ്ങളോ ഭാര്യയ്ക്ക് ഉണ്ടാകുകയാണ്. അത് വന്ന് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ ഇതൊക്കെയാണോ ഒരു വലിയ കാര്യം, ഇതിനേക്കാൾ വലിയ കാര്യം ഡീൽ ചെയ്തിട്ടാണ് ഞാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് അവർ പറയുന്നതിനെ അങ്ങ് കൊച്ചാക്കി കാണുന്നത് അതൊരു അവർക്ക് സപ്പോർട്ടല്ല ലഭിക്കുന്നത്, അല്ലേ? അവർക്ക് അങ്ങനെ പലതവണയാകുമ്പോൾ പിന്നെ അവർക്ക് നിങ്ങളെ അപ്രോച്ച് ചെയ്യാനായിട്ടാണ് ബുദ്ധിമുട്ട് വരിക. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അവർ കൊച്ചാക്കി കാണുന്നത് അത് നിർത്തുക. അതൊരു തെറ്റായ കാര്യമാണ്. ഇമോഷണൽ സപ്പോർട്ട് വേണ്ട സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ അത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അമിതമായി നിയന്ത്രിക്കുന്നതും ഒരു തെറ്റ് തന്നെയാണ്. എന്ത് കണ്ടാലും ഇപ്പം ഓഫീസിൽ നിന്ന് വരാൻ ലേറ്റ് ആയാൽ അതിന് ചീത്ത വിളിക്കുന്നത്, അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട് സർക്കിൾ അതിനെ നിരീക്ഷിക്കുന്നതും, അങ്ങനെയുള്ള ഓരോരോ ചെറിയ ചെറിയ കാര്യങ്ങളിലും എല്ലാത്തിലും ഞാൻ പറയുന്നത് പോലെ വേണം അവൾ കാര്യങ്ങൾ ചെയ്യാൻ എന്ന ഒരു നിയന്ത്രണം വെക്കുന്നത് വളരെ തെറ്റായ ഒരു കാര്യമാണ്. അത് ആ ഒരു റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങളുണ്ടാക്കും. നിങ്ങളുടെ പങ്കാളിക്ക് അത് വളരെ സഫോക്കേറ്റീവായിട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള അമിതമായി നിയന്ത്രിക്കുക എന്നുള്ളത് ഒരു തെറ്റായ കാര്യമാണെന്ന് മനസ്സിലാക്കേണ്ടതാണ്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പ്രൊഫഷണൽ ലൈഫിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക എന്നുള്ളതാണ്. സ്വന്തം ജോലിയിലെ ഉയർച്ച, അതിലെ പ്രൊമോഷൻ, അതിലെത്രത്തോളം ഉയർച്ച നേടാൻ പറ്റും, അതല്ലെങ്കിൽ ബിസിനസ് ആണെങ്കിൽ അതിൽ മാത്രം ശ്രദ്ധിച്ച് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ നിങ്ങളവിടെ കോംപ്രമൈസ് ചെയ്യുന്നത് നിങ്ങളുടെ പേഴ്സണൽ ലൈഫും സോഷ്യൽ ലൈഫും ഒക്കെ ആയിരിക്കും. ചിലപ്പോൾ പലർക്കും സോഷ്യൽ ലൈഫ് ഉണ്ടാകും, പക്ഷേ പലരും കോംപ്രമൈസ് ചെയ്യുന്നത് പേഴ്സണൽ ലൈഫിലാണ്. അപ്പം അവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം റിലേഷൻഷിപ്പ് നല്ലതായിട്ട് സ്മൂത്തായിട്ട് പോകാൻ വേണ്ടിയിട്ട് പേഴ്സണൽ ലൈഫും ഈ പ്രൊഫഷണൽ ലൈഫിനോടൊപ്പം തന്നെ ബാലൻസ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അതല്ലാതെ പ്രൊഫഷന് വേണ്ടി മാത്രം നിങ്ങൾ ഫോക്കസ് ചെയ്ത് അതിനു വേണ്ടി മാത്രം വർക്ക് ചെയ്ത് പോവുക എന്നുള്ളത് തെറ്റായ ഒരു കാര്യമാണ്. പലപ്പോഴും സ്ത്രീകളുടെ ഭാഗത്ത് നിന്ന് കേട്ടുവരുന്ന ഒരു പരാതി എന്ന് പറയുന്നത് ഹസ്ബൻഡ് കെയർ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അവരുടെ മനസ്സിലതുണ്ടാകാം, പക്ഷേ പലപ്പോഴും പലരും അത് പ്രകടിപ്പിക്കാറില്ല. പ്രകടിപ്പിക്കാതിരിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. ഭാര്യയ്ക്ക് സപ്പോർട്ട് വേണ്ട സമയത്ത് സപ്പോർട്ട് ചെയ്യുക, ഒരു സ്നേഹം പ്രകടിപ്പിക്കേണ്ട സമയത്ത് സ്നേഹം പ്രകടിപ്പിച്ച് തന്നെ മുന്നോട്ട് പോവുക, അതൊക്കെ അവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ആ ഒരു കെയർ കൊടുക്കുക, ആ ഒരു സ്നേഹം നിങ്ങൾ പ്രകടിപ്പിക്കുക. അത് പ്രകടിപ്പിക്കാതിരിക്കുന്നത് ഒരു ശരിയായ കാര്യമല്ല. ചില റിലേഷൻഷിപ്പിൽ കണ്ടുവരുന്ന മറ്റൊരു പ്രശ്നം എന്ന് പറയുന്നത് ഭാര്യയുടെ ജോലി സംബന്ധമായ കാര്യങ്ങളിൽ അവരുടെ ഇമെയിൽസുകളൊക്കെ വായിക്കുക, അത് ഓരോ മെയിലും എടുത്ത് വെച്ച് വായിക്കുക, അതിനെക്കുറിച്ച് അഭിപ്രായം പറയുകയും ചെയ്യുക എന്നതാണ്. അതായത് ആ ഒരു പേഴ്സണൽ ബൗണ്ടറി അത് നമ്മൾ കീപ്പ് ചെയ്യുക തന്നെ വേണം. അത് ചെയ്യാതിരിക്കുന്നത് ഒരു തെറ്റാണ്.
ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ പലപ്പോഴും സാധാരണമായി കണ്ടുവരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഇത് എല്ലായിടത്തും ഉള്ളതാണല്ലോ എന്ന് കരുതി ഒഴിവാക്കി വിടാതെ, ഇത് തെറ്റുകളാണെന്ന് മനസ്സിലാക്കുകയും അത് പരിഹരിക്കാനും അത് തിരുത്താനുമുള്ള മനസ്സുണ്ടാക്കുകയും ചെയ്യുകയാണ് ആദ്യം വേണ്ടത്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കുകയും ചെയ്യുക. റിലേഷൻഷിപ്പിൽ ഒരു പരസ്പരം മനസ്സിലാക്കലാണ് വേണ്ടത്. അപ്പം അതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത് പരസ്പരം തുറന്ന് ആശയവിനിമയം നടത്തുക, സത്യസന്ധമായിട്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവുക എന്നൊക്കെയാണ്. നിങ്ങളുടെ ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ അത് നിങ്ങൾ പറഞ്ഞ് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി അത് തിരുത്തി മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് സഹായകരമായെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ അമർത്താൻ മറക്കരുത്. I hope this brought a smile to your face. Let the smile go on. Thank you.